സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചത് സന്ദീപാനന്ദഗിരിക്ക് തന്നെയാണ് അതിൽ പങ്ക്. സന്ദീപാനന്ദഗിരി തന്നെ കത്തിക്കുകയാണ് എന്നാണ് പോലീസ് പറഞ്ഞത്. ഇക്കാര്യത്തിൽ പ്രതികരിക്കാനായി സന്ദീപാനന്ദഗിരി ഇപ്പോൾ തത്സമയം റിപ്പോർട്ടറിനൊപ്പം. ശ്രീ സന്ദീപാനന്ദഗിരി, കേൾക്കാമോ? കേസ് അട്ടിമറിച്ചു. താങ്കളുടെ ആശ്രമം കത്തിച്ച കേസ് പോലീസ് അട്ടിമറിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ PV അൻവർ പറഞ്ഞിരിക്കുന്നത്. P ശശിക്കാണ് ഇതിൽ പങ്കുള്ളത് എന്ന് പറയുന്നു. RSSുമായി ബന്ധമുള്ളവർ, ആരോപണ വിധേയരായവർ അവരുടെ CDR പരിശോധിക്കാൻ തയ്യാറായില്ല. പകരം കമ്മ്യൂണിസ്റ്റുകാർക്ക് നേർക്ക് കേസ് തിരിച്ചുവിടാനുള്ള ശ്രമമുണ്ടായി. അത് P ശശിയുടെ ഒത്താശയോടുകൂടി MR അജിത് കുമാർ ചെയ്തു എന്നുള്ളതാണ് ആരോപണം. താങ്കളത് ശരിവെക്കുന്നുണ്ടോ? അല്ല, ഇതിൽ നിങ്ങൾക്കറിയാലോ, കേസിൻ്റെ നാൾവഴികളൊക്കെ നിങ്ങൾക്കറിയാം. ഇത് സംഭവം നടന്നു കഴിഞ്ഞ് ഇത് സന്ദീപാനന്ദഗിരി സ്വാമി തന്നെയാണ് ഇത് ചെയ്തത് എന്ന് പ്രചരണം നടത്തുന്നതിന് പോലീസിൻ്റെ ഒരു ബുദ്ധി അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് സംഘപരിവാറിന് എല്ലാ പിന്തുണയും ഉണ്ടായിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ CDR പരിശോധിക്കുന്നതിലും നമ്മൾ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്നെന്ന് അതിനു മുമ്പ് നടന്നിട്ടുള്ള ഇവിടേക്ക് നടന്ന മാർച്ച്, ആ മാർച്ചിൽ ഈ നിങ്ങൾ പഴയ നമ്മുടെ ഇതിലൊക്കെ എന്താ പറയുക, പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ പറയുന്നത് കയ്യെഴുത്തിൽ എഴുതി വെച്ചിട്ടുള്ള PK ഷിബുവിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയ കുറേ തോന്നിവാസങ്ങൾ, ഇതൊക്കെ എഴുതിയ അതേ കയ്യക്ഷരം തന്നെയാണ് ഇവിടെ റീത്ത് കൊണ്ടുവച്ചപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ പോലീസ് ഇവിടെ വന്ന് അല്ലെങ്കിൽ മീഡിയ നിങ്ങളോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, നിങ്ങൾ പോയി നോക്കിക്കോളൂ, അത് കാണാമെന്ന്. ചില മീഡിയാസിൽ ഈ പറഞ്ഞ ഈ റീത്തും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചുറ്റുവട്ടത്ത് ടാർ വീപ്പയിൽ അന്ന് റോഡ് പണി നടക്കുന്നതുകൊണ്ട് ടാർ വീപ്പകളിൽ ഒട്ടിച്ചു വെച്ച ഈ കയ്യെഴുത്തിലുള്ള പോസ്റ്ററുകളൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു പോലീസിൻ്റെ ആരുടെയോ നിർദ്ദേശം കൊണ്ട് തന്നെയാണ് അത്ര. അത് നമ്മളിത് പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഇത് നിങ്ങൾക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഈ ടാർ വീപ്പകളിൽ ഒട്ടിച്ചവനെ എഴുതിയത് ആരാണോ അവരെ പൊക്കി കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും എന്ന് പറയുന്നുണ്ട്. ഇവിടെ നാട്ടുകാരായിട്ടുള്ള 1-2 പേര് നമ്മളോട് പറഞ്ഞു, പോലീസ് തന്നെയാണ് അവരോട് ഇത് മാറ്റാൻ നിർദ്ദേശം കൊടുത്തിട്ട് സംഘപരിവാറിലെ ആളുകൾ ഇത് വന്നിട്ട് എല്ലാം അവർ ആ തെളിവ് മുഴുവൻ നശിപ്പിക്കുന്ന വിധത്തിൽ അതൊക്കെ മാറ്റിയിട്ടുള്ളത്. മാത്രമല്ല, ആദ്യം മുതൽ തന്നെ ഇവർ ഈ പറഞ്ഞ പോലീസിലെ ആളുകൾ ഇത് ശരിയായ രീതിയിലല്ല ഇത് അന്വേഷിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു ബോധ്യം വന്നിട്ടുള്ള. കാരണം നമ്മളോട് ഇന്ന് നാളെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിലാകെയുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ CCTV വർക്ക് ചെയ്യുന്നില്ല, അത് ഒരു ഇടിവെട്ടിപ്പോയി. അപ്പോൾ അത് നന്നാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ആളുണ്ട്. അതിൻ്റെ ടെക്നീഷ്യൻ്റെ അടുത്ത് ഇവർ പലയാവർത്തി പോയി അയാളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇത് ശരി തന്നെയാണോ, ഇതിങ്ങനെയാണോ, അത് സ്വാമി നിങ്ങളോട് അങ്ങനെ പറഞ്ഞതാണോ, ഇങ്ങനെ പറഞ്ഞ. നല്ല കാലത്തിന് അയാൾ ഒരു സത്യസന്ധനായതുകൊണ്ട് അയാൾ ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു. ഇത് 6 മാസം മുമ്പ് ഞാൻ എടുത്തു കൊണ്ടുപോയതാണ്, ഞാൻ സ്വാമിക്ക് പുതിയ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ കോട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം ഇത് പഴയ സിസ്റ്റമാണ്, ഇത് മുഴുവൻ മാറ്റണം എന്നുള്ളത്. അപ്പോൾ അത് അദ്ദേഹം വന്നു കഴിഞ്ഞിട്ട് ശേഷം ഒന്ന് തൽക്കാലം നമുക്ക് ശരിയാക്കാം, ഒരു നല്ല ഡിസ്കൗണ്ട് പ്രൈസിനൊക്കെ എന്ന് അദ്ദേഹം സത്യസന്ധനായതുകൊണ്ട്. നേരെ മറിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ഈ സംഘപരിവാറിനോട് ഒരു ചായ്വോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് തിരിച്ചൊക്കെ പറയാമായിരുന്നു. പക്ഷേ ആ വഴി പോലീസ് നോക്കിയിട്ടുണ്ട്, അയാളെ കൊണ്ട് എന്തെങ്കിലും നെഗറ്റീവായിട്ട് കിട്ടുമോ എന്നുള്ളത്. അത് അയാൾ പിന്നീടാണ് നമ്മളോട് പറയുന്നത്. അങ്ങനെ പല കാര്യങ്ങളും ഇത് ചില ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരിങ്ങനെ സ്വാമി ഗവൺമെൻറ്റിന് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി ഇത് ചെയ്തതാണ്, അമിത്ഷാ വരുന്ന ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി പാർട്ടിയും സ്വാമിയും കൂടെ ചെയ്തതാണ് എന്ന് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കല്യാണത്തിൻ്റെ ഫംഗ്ഷനിൽ വേറൊരാളോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് നമ്മളോട് വളരെ ബഹുമാനമുണ്ട്. അവർ നമ്മളോട് പറഞ്ഞു, സ്വാമി ഇങ്ങനെ ഒരു ഇത് കേൾക്കുന്നുണ്ടല്ലോ, സ്വാമി പോലും അറിയാതെ അവരാണെങ്കിലോ അത് ചെയ്തത്. എത്രയോ ഇടതുപക്ഷ അനുഭാവികൾ പോലും നമ്മളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ വളരെ നന്നായിട്ട് ഈ റൂമർ സർവീസ് സൊസൈറ്റി എന്നവരെ പറയുന്നത് അക്ഷരം പ്രതി അവർക്ക് ഏറ്റവും നല്ല കോപ്പ് കൂട്ടിക്കൊടുത്തത് പോലീസാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല.